നിസ്കരിക്കാൻ പള്ളി നിറയെ ആളാണ്. പടച്ചവനെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നാൽ ആ പള്ളിയിൽ നിസ്കരിച്ചവര് മുഴുവനും നിന്റെ വീട് കാണാൻ വരികയില്ല. ആ പള്ളിപ്പറമ്പിൽ നിനക്ക് കുളിച്ചിട്ടിരിക്കുന്ന നിന്റെ സ്വന്തമായ വീടുണ്ടല്ലോ, ആ വീട് കാണാൻ അവിടെ നിന്നും കുറച്ചു പേരാണ് വരുന്നത്. പള്ളിയിൽ നിന്ന് അധികം പേരും പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ നിന്റെ ജനാസ കൊണ്ടുപോയി കബറിലേക്ക് ഇറക്കി വെച്ചു. പടച്ചവനെ പലകയെടുത്ത് നിരത്തുകയാ, പിടിമണ്ണ് വാരിയിടുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറതൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് 3 പിടി മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കബർ വെട്ടുന്നവന് മണ്ണ് വെട്ടിയിടുന്നത് കാണുമ്പോ ആ പള്ളിപ്പറമ്പിൽ നിന്ന് കുറച്ചു പേര് പിരിഞ്ഞു പോവുകയാണ്. ഇനി അവിടെ നിൽക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നവരാ, നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച കേവലം കയ്യിലെണ്ണാവുന്നവരാ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ. പടച്ചവനെ മണ്ണ് വെട്ടിയിട്ടോ, എന്റെ ചെടികൾ നട്ടോ, വെള്ളമൊഴിച്ചോ, ഫാത്തിഹ ഓതി ദുആ ചെയ്തോ. പടച്ചവനെ അതാ ദുആ കഴിയുമ്പോ എല്ലാവരും നിന്നോട് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എല്ലാവരും പറയുന്നു മഅസ്സലാമ, എല്ലാവരും പറയുന്നു മഅസ്സലാമ. എവിടെ കൊണ്ടുപോയിട്ടാണെന്ന് ചിന്തിക്ക സഹോദരാ. നീ ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ടോ? ഒറ്റയ്ക്ക് കിടക്കാൻ നിനക്ക് പേടിയാണ്. ഇരുട്ടുള്ള റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിക്കുന്ന നിന്നെ അതാ ഒന്ന് കൈ നേരെ വെക്കാൻ കഴിയാത്ത, എഴുന്നേറ്റാല് തലയിടിക്കുന്ന പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണെന്ന് പറയുന്ന കബറിനകത്ത് കൊണ്ടുവന്ന് നിന്നെ ഒറ്റയ്ക്കിട്ട് പലക നിരത്തി അതിന്റെ മുകളിൽ മണ്ണും വാരിയിട്ട് ചെടിയും നട്ടിട്ട് നീ സ്നേഹിച്ചവര് മുഴുവനും പറയുന്നു മഅസ്സലാമ. അവിടെ സലാം പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുകയാ. പടച്ചവനെ അവിടെയല്ലേടോ നിനക്ക് സഹായം വേണ്ടത്, അവിടെയല്ലേ നിനക്ക് കൂട്ടുകാരന് വേണ്ടത്. ആ കബറിനെക്കാളും പ്രതിസന്ധിയുള്ള സമയമേതാ മനുഷ്യ, അവിടെയല്ലേ നിനക്ക് സഹായം വേണ്ടത്. അതുകൊണ്ട് നീയെ സ്നേഹിക്കുന്നവർ മുഴുവനും പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് അവിടുന്ന് സലാം പറഞ്ഞു പിരിഞ്ഞു പോകുമെങ്കിൽ ഈ വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, ഉസ്താദേ എന്റെ വാപ്പ എനിക്ക് ജീവനാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മകന് പള്ളിപ്പറമ്പിലെ പിതാവിന്റെ കബറിന്റെ ചാരത്ത് ഒരു നേരമെങ്കിലും, ഒരു ദിവസമെങ്കിലും, ഒരു മണിക്കൂറെങ്കിലും വാപ്പയുടെ കബറിന്റെ ചാരത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്റെ ഉമ്മയാണ് എന്റെ വിജയമെന്ന് പറയുന്നവരുണ്ടല്ലോ. മാതാവിനെ വല്ലാതെ സ്നേഹിക്കുന്ന ഏതു മകനാണ് ഉമ്മയുടെ കബറിന്റെ ചാരത്ത് 1 മണിക്കൂർ ഇരിക്കാ സമയമുള്ളത്? ഏത് ചങ്കാടാ ചെറുപ്പക്കാരാ ഇവിടത്തെ പള്ളിപ്പറമ്പില് തന്റെ കൂട്ടുകാരന്റെ കബറിന്റെ ചാരത്തിരിക്കുന്നത്? എന്റെ ഭർത്താവില്ലാതെ ഉറങ്ങില്ല ഉസ്താദ്, എന്റെ ഭാര്യയില്ലാതെ എനിക്കില്ല ഉസ്താദ് എന്ന് പറയുന്ന എന്റെ നവദമ്പതികളോട് ഏതു ഭർത്താവാ ഏതു ഭാര്യ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് കബറിനകത്ത് കൂടെ വരണ്ട. ആ കബറിന്റെ മുകളിലെങ്കിലും ഒരു 5 മിനിറ്റ് ഇരിക്കാ സമയമുള്ളവരാരാ? ഒരാളും ഇരിക്കില്ലടോ, ഒരാളും ഇരിക്കില്ലടോ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, നീ എത്ര കണ്ട് സ്നേഹിച്ചാലും അവര് മുഴുവനും പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുടിക്കകത്ത് കുടികുത്തിയിട്ട് കബറടക്കിയിട്ട് ആ പള്ളിപ്പറമ്പിൽ നിന്നെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് പോകുമ്പോ പടച്ചവനെ അവിടെയാണ് കൂട്ടുകാര് വേണ്ടത്. ദുനിയാവിൽ നിന്റെ കൂടെ എല്ലാവരുമുണ്ട്, പരലോകത്തും എല്ലാവരുമുണ്ട്, സ്വർഗത്തിലും ആളുണ്ട്, നരകത്തിലും ആളുണ്ട്. പക്ഷേ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സ്ഥലം അത് കബറാ. കബറിലാണ് കൂട്ടുകാരെ വേണ്ടത്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, നീ സ്നേഹിക്കുന്നവർ മുഴുവനും കബറിന്റെ ചാരത്ത് വന്ന് ടാറ്റ കാണിച്ചു പോകാനാണെങ്കിൽ അവരെ സ്നേഹിച്ചിട്ട് കാര്യമില്ല സഹോദരാ. ആ കബറിൽ വരുന്നവനെ സ്നേഹിക്ക്. ആ കബറിനകത്ത് നിന്റെ കൂടെ വരുന്നവനെയല്ലേ ബുദ്ധിയുള്ളവനെ സ്നേഹിക്കേണ്ടത്. അങ്ങനെ കബറിനകത്ത് വരുന്നതാരാ? ഞാനൊരു കൂട്ടുകാരനെ പറഞ്ഞു തരാ. ദുനിയാവിൽ നിന്റെ കൂടെയുണ്ട്, കബർ
ഖബറിനകത്ത് നിന്റെ കൂടെയുണ്ട്, പരലോകത്ത് നിന്റെ കൂടെയുണ്ട്, സിറാത്തിൽ നിന്റെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്റെ രണ്ട് കാലും വെക്കുന്നത് വരെ നിന്റെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു തരാ. ആ കൂട്ടുകാരൻ ആരെന്നറിയുമോ? കണ്ടുപിടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും പലിശ തിന്നുന്നവനും നിസ്കരിക്കാത്തവനുമല്ല. ആ കൂട്ടുകാരാണെന്നറിയുമോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളെ കൂട്ടുകാരാക്ക്, ആ മലക്കുകളെ ഫ്രണ്ട്സാക്ക്. ഉസ്താദേ, മലക്കുകളെ കൂട്ടുകാരാക്കാൻ പറ്റുമോ? ആരാടാ ചെറുപ്പക്കാരാ, നീ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതാരെയും അറിയുമോ? എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു 4 മാസം പ്രായമുള്ളപ്പോ എന്റെ വയറ്റിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഒരു മലക്ക് കടന്നു വരികയാണ്. ആ മലക്കാണ് എനിക്ക് റൂഹൂദിയത്, ആ മലക്കാണ് എന്റെ റിസ്ക് എഴുതിയത്, ആ മലക്കാണ് എന്റെ മരണം എഴുതിയത്. സിറാജ് തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 4 മാസം പ്രായമുള്ളപ്പോ ഞാൻ കണ്ടത് മലക്കുകളെയാണ്. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നു. ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ ചുമലിൽ 2 മലക്കുകൾ ഇരിക്കുകയാ. ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങില്ല. ഒരു നിമിഷം പോലും ആ മലക്കുകൾ എന്നെ വിട്ടു പിരിയാറില്ല. പടച്ചവനെ, 37 കൊല്ലമായിട്ട് ആ 2 മലക്കുകള് എന്റെ ചുമലിൽ ഇരിക്കുകയാണ്. അവരെന്റെ കൂട്ടുകാരാണ്, അവരെന്റെ കൂടെ നടക്കുകയാണ്, അവരെന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. പടച്ചവനെ, ഇനി ഞാൻ മരിച്ച ആദ്യമായിട്ട് കരയുന്നതാരെന്നറിയുമോ? എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ കരയുന്നത്? പടച്ച റബ്ബേ, സിറാജിനെ പിരിയാ മനസ്സു വരുന്നില്ല അല്ലാ. 37 കൊല്ലമായി രാവും പകലും ഒരു നിമിഷം പോലും വിട്ടുപിരിയാതെ ഇവന്റെ കൂടെ നടന്നവരാ പടച്ചവര്. ഈ സിറാജിന്റെ കൂടെ നടന്നവരാ പടച്ചവര്. പിരിയാ മനസ്സു വരുന്നില്ല റബ്ബേ. അല്ലാഹു ചോദിക്കുന്നു, മലക്കുകളെ, നിങ്ങൾക്ക് ഇവനെ ഇത്രയും ഇഷ്ടമാണോ? സിറാജിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിലിരുന്ന് ഇബാദത്ത് ചെയ്യ്, ഈ ഭൂമിയിലിരുന്ന് ഇബാദത്ത് ചെയ്യ്. അതിന്റെ കൂലി ഖബറിൽ കിടക്കുന്ന നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഖിയാമത്ത് നാൾ വരെ ആ മലക്കുകൾ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ട് ഖബറിലേക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാ. അപ്പം നമ്മൾ കൂട്ടുകാരാക്കണ്ട അവരെയാണ്. നാളെ പരലോകത്തും ആ മലക്കുകളെ കടന്നു വരുമല്ലോ. അല്ലാഹുവേ, മലക്കുകൾ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ.